കൊടുത്ത പൈസക്ക് വെറുത്താണോ? അതിലും വെറുത്ത. ക്ലൈമാക്സ് ഒക്കെ രോമാഞ്ചം. മമ്മൂട്ടിയുടെ 100 കോടി ക്ലബ് കിട്ടുമോ ഈ സിനിമയിൽ? അത് 5 എത്ര റേറ്റിംഗ് കൊടുക്കും? അങ്ങനെയാണെങ്കിൽ 5 ഞാൻ 5 കൊടുക്കും. ഓക്കെ. വെൽക്കം ബാക്ക്. ദ ഗെയിം ഈസ് ഓൺ. അപ്പോൾ ഹൈപ്പും പ്രൊമോഷനും ഒന്നുമില്ലാതെ എത്തുന്ന ഒരു പുതുമുഖ സംവിധായകന്റെ ചിത്രത്തിന് കണ്ണും പൂട്ടി ടിക്കറ്റ് എടുക്കണമെങ്കിൽ ആ സിനിമയുടെ നായകന്റെ പേര് മമ്മൂട്ടി എന്നായിരിക്കണം. യെസ്, ബസൂക്ക ഡയറക്ടഡ് ബൈ ഡിനോ ഡെന്നിസ്. അപ്പോൾ സൈലന്റ് ആയി വന്ന് ബ്ലോക്ക് ബസ്റ്റർ ആകുമ്പോൾ ബസൂക്ക നമുക്ക് കണ്ടറിഞ്ഞ് ഓടിച്ചോണ്ടെന്ന് ചോദിച്ചു നോക്കാം. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നേരെ ബസൂക്ക റിവ്യൂലേക്ക്. സത്യസന്ധമായിട്ട് റിവ്യൂ ആണ്. ഫസ്റ്റ് ഹാഫിനകത്ത് അത്ര അങ്ങോട്ട് ഇമ്പാക്ട് കിട്ടില്ല, പക്ഷേ ക്ലൈമാക്സിനോട് അടുത്തപ്പോ പടം വേറെ ലെവലായിരുന്നു. ആക്ഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന സിനിമയില്. അല്ല ഇതൊരു രക്തച്ചൊരിച്ചിലുകൾ ഇല്ലാത്തൊരു ത്രില്ലർ അല്ല. ഒരു നോർമൽ ഓഡിയൻസ് കണക്ട് ആവും. എല്ലാവർക്കും അങ്ങനെ കിട്ടുമോ അറിയില്ല, പക്ഷെ മമ്മൂട്ടിയുടെ ആക്ടിങ്, BGM അങ്ങനെയുള്ള കാര്യങ്ങൾ. ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഒരു യൂത്തിനായിരിക്കോ അതോ ഫാമിലി ഓഡിയൻസിനായിരിക്കോ? യൂത്തിനായിരിക്കും. മമ്മൂട്ടിയുടെ 100 കോടി ക്ലബ് കിട്ടുമോ ഈ സിനിമയിൽ? അത് ഇത് കയറത്തില്ല. ഇത് സിനിമ ഹിറ്റാണ്. സിനിമ തരക്കേടില്ല, കൊള്ളാം. ക്ലൈമാക്സും മമ്മൂട്ടിയുടെ പ്രകടനവും അതേ ഉള്ളൂ. വലിച്ചു നീട്ടിയ സ്ക്രിപ്റ്റ് ആയി പോയി. ആണോ? ലാഗ് അടിക്കുന്നുണ്ടല്ലേ? ലാഗ് അടിക്കുന്നുണ്ട്, നല്ലോണം ലാഗ് അടിക്കും. ത്രില്ലിംഗ് മൊമെന്റ്സ്, ആക്ഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനല്ലേ, ആക്ഷൻസും കുറച്ച് BGMസും മാത്രം ഹൈ ലെവൽ ഉണ്ടായിരുന്നു. അതായത് പടത്തിന്റെ എല്ലാ ഡ്രോബാക്കുകളും മാക്സിമം കവർ ചെയ്യുന്നത് ആ ക്ലൈമാക്സിൽ മമ്മൂക്കയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. ക്ലൈമാക്സ് ഒരു 10-15 മിനിറ്റ് അതിൽ പടം ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ കണ്ടുവരുന്ന കോൺസെപ്റ്റ് ഒക്കെ ആണോ? അത് നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. എത്ര റേറ്റിംഗ് കൊടുക്കും? റേറ്റിംഗ് ഒരു 2.5. പടം കണ്ടേ? എങ്ങനെയുണ്ട് പടം നല്ല അഭിപ്രായമാണ്. അധികം മാസ് എലമെന്റ്സ് ഒന്നും ഇല്ല. പിന്നെ ക്ലൈമാക്സ് കൊണ്ട് ഈ പടം ഗെയിൻ ചെയ്യും, നല്ലപോലെ ഗെയിൻ ചെയ്യും. ക്ലൈമാക്സിലാണ് ഫുൾ പോസിറ്റീവ് ആണ്. കൂടുതൽ ഞാൻ പറയുന്നില്ല, ബാക്കി എല്ലാവരും കണ്ടേ. ക്ലൈമാക്സിലാണ് എല്ലായിരിക്കും. ഇല്ല അങ്ങനെ പ്രത്യേക ക്യാമിയോസ് ഒന്നും ഇല്ല. സിനിമയിൽ എടുത്തു പറയാനുള്ള പോസിറ്റീവ് എലമെന്റ്സ് എന്താണുള്ളത്? പോസിറ്റീവ് എലമെന്റ്സ് മേക്കിംഗ് കൊള്ളാം. പുള്ളിക്കാരന്റെ ആദ്യത്തെ ഡയറക്ടോറിയലാണല്ലോ, നല്ല മേക്കിംഗ് ആണ്. ത്രില്ലിംഗ് മൊമെന്റ്സ് അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനൊന്നും പറയാനില്ല. ക്ലൈമാക്സ് കൊള്ളായിരുന്നോ? അതോ കൊള്ളാം, എല്ലാം പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആയിട്ടൊന്നും ഇല്ല. 5 എത്ര റേറ്റിംഗ് കൊടുക്കും? 5 ഞാൻ 5 കൊടുക്കും. സൂപ്പർ സസ്പെൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. സിനിമയിൽ ഇഷ്ടപ്പെട്ട എന്താണ് ഏറ്റവും പോസിറ്റീവ് പറഞ്ഞെങ്കിൽ? പോസിറ്റീവ് എന്ന് പറഞ്ഞ ഡയറക്ഷൻ അടിപൊളിയായിരുന്നു. പുതിയ ഡയറക്ടറാണ് ഡിനോ ഡെന്നിസ്. എന്നാലും അത് നമുക്ക് കണ്ടിരുന്ന ഒന്നും അറിയില്ല, പുതിയ ഡയറക്ടറാണെന്നും അറിയത്തില്ല. എക്സ്പെരിമെന്റൽ പടമാണോ അതോ എക്സ്പെരിമെന്റ് അല്ലല്ല, നോർമൽ. മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം വന്നിട്ടോ മുമ്പ്? ഇല്ല, വന്നിട്ടില്ല. ലാസ്റ്റ് അരമണിക്കൂർ ഫുള്ള് മമ്മൂട്ടി അഴിഞ്ഞാട്ടം തന്നെ പറയാം. അതെ, മമ്മൂക്കയുടെ തീർച്ചയായും പറയാം, അഴിഞ്ഞാട്ടം തന്നെ. ഫ്രഷ് കോൺസെപ്റ്റ് എന്ന് പറയാം. അതെ, ഫ്രഷ് കോൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ ബ്രോ, താങ്ക് യു. പടം എങ്ങനെയുണ്ട് ബ്രോ? കുഴപ്പമില്ലെന്നേ ഉള്ളൂ. എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ലുക്കൊക്കെ കൊള്ളാം. ഒരു ഡീറ്റെയിൽ റിവ്യൂ അറിയാമോ? ഒരു മിസ്സിംഗ് ഉണ്ടോ എന്തെങ്കിലും സിനിമയില്? എന്താ പറയുന്നത്, ഒരു അടിച്ചുപൊളി സെറ്റപ്പ് ഇല്ല. എന്നുവെച്ചാ കൊടുത്ത ഒരു റേറ്റിംഗ് എത്ര കൊടുക്കും? 5 അത് റേറ്റിംഗ് ഒന്നും കുഴപ്പമൊന്നുമില്ല. ആള് വെറൈറ്റി ഒക്കെയാണ്, ലുക്കൊക്കെ അടിപൊളിയാണ്. പക്ഷെ നമുക്ക് എന്തോ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലല്ലേ? എന്റെ അഭിപ്രായം ബാക്കിയുള്ളവർ അല്ല, മലയാളത്തിൽ കാണാത്ത ഒരു കോൺസെപ്റ്റ് ആണോ സിനിമ? പുതിയ കോൺസെപ്റ്റ്. പക്ഷെ ഒരു കണക്ട് ആവുന്നില്ലല്ലേ? ആക്ഷനും ത്രില്ലിംഗ് മൊമെന്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലെന്നേ ഉള്ളൂ. 5 എത്ര റേറ്റിംഗ് കൊടുക്കും? 5 3. ഓക്കെ. സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് പോരാ അന്നേരം? അല്ല, ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, എന്നാലും കുറച്ചുകൂടെ ബെറ്റർ സെക്കൻഡ് ഹാഫ് തന്നെയാണ്. ടിസ്റ്റുകളാണ്, ഒരുപാട് ടിസ്റ്റുകൾ. പ്രതീക്ഷിക്കുന്ന അൺഎക്സ്പെക്ടഡ് ആണോ? അൺഎക്സ്പെക്ടഡ് ആണ്, പ്രതീക്ഷിക്കില്ല. മമ്മൂട്ടിയാണ് സിനിമ ഇഷ്ടപ്പെട്ട എന്താണ്? മമ്മൂട്ടിയാണ്. സിനിമയിലെ ഒരു ജോണർ പറയാനാണ്, ആക്ഷൻ ആണോ ത്രില്ലർ ആണോ? സിനിമ ത്രില്ലറും ആണ്, അത് ഒരു ഐഡന്റിഫിക്കേഷൻ ത്രില്ലറും ആണ്. പടം എന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ കയ്യിലായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒന്നും പറയാനില്ല. സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് മമ്മൂട്ടി കഴിഞ്ഞാല്? സിനിമയില് മമ്മൂട്ടി കഴിഞ്ഞ നമ്മുടെ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ച ഫ്രഷ് കോൺസെപ്റ്റ് സ്റ്റോറി ആണോ സിനിമ? സ്റ്റോറി എന്ന് വെച്ചാൽ ഇങ്ങനെ വലുതായിട്ട് സ്റ്റോറികളൊന്നും വന്നിട്ടില്ല. സെക്കൻഡ് ഹാഫ് അങ്ങനെ മമ്മൂട്ടി ട്വിസ്റ്റും കാര്യങ്ങളും. അവസാനത്തെ 30 മിനിറ്റ് പൊളിച്ച് മമ്മൂക്കാടെ വേറിട്ട. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയില്? എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുമോ സിനിമ? എല്ലാം കണക്ട് ആവോ? ചേട്ടൻ സ്റ്റോറി കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? കോമഡിയുണ്ട്, അടിപൊളി കോമഡി. ലാസ്റ്റ് നിമിഷം അടിപൊളിയാണ്. എന്നുവെച്ചാൽ ത്രില്ലിംഗ് ആണോ കൂടുതൽ? അത് ആക്ഷൻ ആണ്. നല്ല സിനിമ തന്നെ. 5 എത്ര റേറ്റിംഗ് കൊടുക്കും? 5 തന്നെ കൊടുക്കാം. 5 തന്നെ കൊടുക്കാം. മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടമായിരുന്നു സിനിമയിൽ പോസിറ്റീവ് എന്ന് പറയാതെ ഉള്ളൂ. മമ്മൂട്ടി അഴിഞ്ഞാട്ടം മാത്രമല്ല, പടം എല്ലാം മൊത്തത്തിൽ നല്ല കണ്ടോണ്ടിരിക്കാൻ നല്ല ഇൻട്രസ്റ്റ്. ലാഗ് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, ലാഗൊന്നുമില്ല. ആദ്യമേ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു, അത് ഈ അവസാനത്തെ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു. എന്നുവെച്ചാൽ സിനിമ ലാഗ് അടിക്കാനുള്ള മൊമെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. നല്ല സിനിമയിൽ പോസിറ്റീവ് ആയിട്ട് എന്തൊക്കെയാണോ മമ്മൂട്ടിയുടെ പെർഫോമൻസ്? അല്ലാതെ മ്യൂസിക് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ത്രില്ലിംഗ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു സിനിമയിൽ? എല്ലാം അടിപൊളിയായിരുന്നു.
മമ്മൂട്ടി ഫാൻ അല്ലേ? അതുകൊണ്ടാണ് പോസിറ്റീവ് പറയുന്നത്. പോസിറ്റീവ് തന്നെ പറയത്തുള്ളൂ. സസ്പെൻസ് ഉണ്ട്. ആണോ? ഓക്കേടാ. പുതിയൊരു മമ്മൂട്ടി എന്ന് വെച്ചാൽ പുതിയൊരു ആരും കാണാൻ വേറൊരു ക്യാരക്ടർ. അവസാനം പുള്ളിയാ നല്ല ഒരു ക്ലൈമാക്സ് ഒക്കെ ഉണ്ട്. നല്ല എല്ലാ ഇഷ്ടം എന്താണ് പോസിറ്റീവ് തോന്നിയതാണ് സിനിമയില്? നല്ല അവന്റെ പുള്ളിയുടെ എല്ലാം പോസിറ്റീവ് നല്ല ഒരു അത് നെഗറ്റീവ് കാണാൻ ഒന്നുമില്ല. ചുമ്മാ കുത്തി കൊടുത്ത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം എല്ലാ ടീമിലും കാണുന്നത്. കൊടുത്ത പൈസക്ക് പുറത്താണോ? നല്ല നല്ല വൻ പൊളി. കൂടുതലൊന്നും പറയുന്നില്ല, സ്പോയിലർ ആയി പോകും. ക്ലൈമാക്സ് ഒക്കെ രോമാഞ്ചം. ഡീറ്റെയിൽ റിവ്യൂ പറയാം. എന്താണ് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് സിനിമയില്? ക്ലൈമാക്സ് ആണ് ഇഷ്ടപ്പെട്ടത്. ഇക്കാടെ പെർഫോമൻസ് കൂടുതലൊന്നും പറയാൻ പറ്റില്ല, സ്പോയിലർ ആയി പോകും. അതല്ല ബ്രോ, പോസിറ്റീവ് ആയിട്ട് എന്തൊക്കെയാണോ സിനിമയില്? ഇക്കാടെ പെർഫോമൻസ് ആണ് പോസിറ്റീവ്, വൻ പോസിറ്റീവ്. അതാണ് ഹൈലൈറ്റ്. എങ്ങനെയാണ് സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്താണ്? അല്ല, സിനിമയുടെ ഒരു ജോണ്ട് പറയാനാണെങ്കിൽ എന്താണ് സിനിമ? നല്ല രസമുണ്ട്. ഭയങ്കര ട്വിസ്റ്റ്. ട്വിസ്റ്റിന്റെ ആക്ഷൻ ആണോ സിനിമ? ആക്ഷൻ. നമ്മുടെ സ്റ്റൈലിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. അല്ല, കൊടുത്ത പൈസക്ക് പുറത്താണോ? അതിലും പുറത്ത്. ആണോ? ലാഗൊന്നുമില്ലല്ലോ. ഓക്കെ ബ്രോ, പടം കണ്ടല്ലേ? എങ്ങനെയാണോ സിനിമ? എങ്ങനെയുണ്ട്? സെറ്റ് ആയിട്ടുണ്ട്, കിടിലായിട്ടുണ്ട്. കൊടുത്ത പൈസക്ക് പുറത്താണോ പടം? കൊടുത്ത പൈസക്ക് ഹൈപ്പ് കുറവായിരുന്നല്ലോ, അതിന്റെ ഹൈപ്പ് കുറഞ്ഞു വന്നതിനെ കൊണ്ട് നമുക്ക് നല്ല രീതി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പ്രതീക്ഷിക്കാതെ കിട്ടിയ സംഭവമാണ്. കൊണ്ട് നല്ല BGM ഇഷ്ടപ്പെട്ടെ എന്താ ബ്രോ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? സിനിമയിലെല്ലാം ഇഷ്ടപ്പെട്ടു. BGM അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഓൾവേസ് നമുക്ക് പറയണ്ടല്ലോ. ഈ ത്രില്ലിംഗ് മൊമെന്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഒരുപാടുണ്ടായിരുന്നു. ഒരു കൊമേഴ്ഷ്യൽ പടത്തിന് വേണ്ടിയുള്ള എലിമെന്റ്സും പടത്തിനുണ്ടായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, സിനിമ അടിപൊളിയായിരുന്നു. സിനിമ സൂപ്പർ ആയിരുന്നു. ഓക്കെ ബ്രോ, പറഞ്ഞോ എങ്ങനെയുണ്ട്? സൂപ്പർ പടമാണ്. നല്ല ഗെയിമിംഗ് ത്രില്ലിംഗ് പടമാണ്. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ത്രില്ലർ മാച്ച് പടമാണ്. കൊടുത്ത പൈസക്ക് പുറത്താണോ? കൊടുത്ത പൈസക്ക് ഡബിൾ വർത്താണ്. നമുക്ക് അത് ഗംഭീര. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് സിനിമയില്? സിനിമ എല്ലാരും പൊളിയാണ്. എല്ലാരും സൂപ്പർ ആക്ടിംഗ് ആണ്. ആദ്യം തൊട്ട് അവസാനം വരെ ത്രില്ലർ ഗെയിം. ഒരു പോസിറ്റീവ് ആയിട്ട് തോന്നിയതാണ് സിനിമയില്? ഫുള്ള് പോസിറ്റീവ് വൈബാ, കണ്ടു നോക്കണം. ഓക്കെ. അടിപൊളി പടം. എന്നുവെച്ചാ എന്തിനു ഇഷ്ടപ്പെട്ടെന്താണ് സിനിമയിൽ ഏറ്റവും കൂടുതൽ? സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണ്? മമ്മൂട്ടി തന്നെ, വേറെ എന്താ? അവസാനം പറയും. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അല്ല, ശരിക്കും ഉള്ളതാണ് ഈ പറയുന്നതൊക്കെ? ഉള്ളത് തന്നെയാണ്. നല്ല സൂപ്പർ പടമാണ്, കയറി കാണാം. എന്താ സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? മമ്മൂട്ടിയുടെ ക്ലൈമാക്സിൽ അവനെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ടേക്കുന്നത്. ആണോ? ഒരു രക്ഷയില്ല പടം. ഓക്കെ ബ്രോ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. എന്താണ് ഇഷ്ടപ്പെട്ട എന്താണ് ഏറ്റവും കൂടുതൽ? ഇഷ്ടപ്പെട്ട ലാഗ് തന്നെ മമ്മൂട്ടിയുടെ. ലാഗൊന്നുമില്ല, ചെറിയൊരു ലാഗ് വരുന്നുണ്ട്, പക്ഷേ പടം അടിപൊളി തന്നെ. നല്ല പടം. എന്നാ എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം എന്താ സിനിമ? ഗെയിം ത്രില്ലർ. ഒരു ജോണ്ടർ പറയാൻ എങ്ങനെയാണ്? ത്രില്ലിംഗ് ആണോ, ആക്ഷൻ ആണോ, എന്താണ് സംഭവം സിനിമ? മറ്റൊരു ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു, അതൊരു അങ്ങനെയൊക്കെ ഉണ്ടോ? മറ്റേ ഗൂസ്ബംപ് മൊമെന്റ്സ് കൊടുത്ത ഹൈപ്പിനോടെ ഉണ്ടോ?